ഹായ് സ്റ്റുഡൻസ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫിസിക്സ് ഫോർ പ്ലഷർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിശേഷങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിസിക്സ് നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റായി മാറും. അത് നമുക്കൊരു പ്ലഷർ തരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ +2 ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറിയിലുള്ള ഓരോ സംഭവങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ കൃത്യമായ ധാരണയോടെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അടുത്ത സംഭവം നമുക്ക് കണ്ടിന്യൂസ് ആയി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂവിങ് ചാർജസുമായി മാഗ്നറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ തന്നെ ഇതുവരെ പോസ്റ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടവർ ഒരിക്കൽ കൂടി കണ്ടിട്ട് അടുത്ത ഈ ക്ലാസ് കാണുമ്പോൾ അതൊന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഈ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൃത്യമായി കാണുകയും അങ്ങനെ തുടർച്ചയായിട്ട് ആയിക്കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് ക്ലിയർ ആവുകയും അങ്ങനെ ഫിസിക്സ് നമുക്ക് വളരെയധികം ലവബിളായി തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തന്നെ ഈ കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോസ് കൂടുതൽ കാണുക. കൂടുതൽ ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി പറയുന്നത് സർക്കുലർ കറണ്ട് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് ഒരു മൂവിങ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നു? ഒരു ടോർക്ക് ഉണ്ടാവുന്നു. ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് ടോർക്ക് ഈസ് ഈക്വൽ ടു NIA ക്രോസ് B ഓർ NIAB സൈൻ തീറ്റ പറഞ്ഞു. അപ്പോൾ ടോർക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടോർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, റെക്റ്റാങ്കുലർ കോയിലിനെ സംബന്ധിച്ചുണ്ടാവുന്ന ട്രാൻസ്ലേഷൻ മോഷൻ 0 ആണ്. കാരണം അവിടെ ഉണ്ടാവുന്ന ഫോഴ്സുകൾ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അതേപോലെ ആൻറ്റി പാരലൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് ഒരു കപ്പിളാണ്. ആ കപ്പിളിൻ്റെ ഫലമായിട്ട് ടോർക്ക് ഉണ്ടാവുകയും ആ ടോർക്കിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടെത്തിയത്. പിന്നെ നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് എങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ടു എനി ടൈപ്പ് ഓഫ് ലൂപ്പ്. അത് റെക്ടാങ്കുലർ ലൂപ്പ് ആവാം, മറ്റുള്ള ഏത് സർക്കുലർ ലൂപ്പ് ആയെങ്കിലും അല്ലെങ്കിൽ എനി ഷേപ്പ് ഓഫ് ലൂപ്പ് ആണെങ്കിലും ഇക്വേഷൻ വാലിഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി. അതേപോലെ കറണ്ട് ക്യാരിയിങ് ലൂപ്പും ഈസ് ഈക്വലന്റ് ടു എ മാഗ്നറ്റിക് ഡൈപോൾ എന്നുള്ളത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ ബന്ധപ്പെട്ട കൺസെപ്റ്റാണ് കൂടുതൽ വിശദമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സർക്കുലർ കറണ്ട് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ക്ലാസ്സിൻ്റെ മുന്നേയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു മൂവിങ് കോയിൽ, സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ. ഈ തരത്തിലുള്ള സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിലാണെങ്കിൽ ഈ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിലിൻ്റെ എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റാണ് P എങ്കിൽ ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ദിസ് വാസ് X, this is the point P and this is our radius R. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി വീഡിയോ കാണാത്തവരെ വീഡിയോ കൃത്യമായിട്ട് കാണുക. നമ്മളിങ്ങനെയൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദാറ്റ് വാസ് μ0 I r² / 2 × r² + x² all raised to 3/2 എന്നുള്ളതായിരുന്നു. where R is the radius of this circular coil or circular current loop and x is the distance from the origin to the point P. അപ്പോൾ μ0 I r² / 2 × r² + x² all raised to 3/2. ഈ കേസിൽ നമ്മൾ യു അസ്യൂം ദാറ്റ് this x is very large compared to r. X is very large compared to r. Then you can neglect this term. r² can be neglected, isn't it? So what will be the equation? B is equal to μ0 I r² / 2 × neglecting it, so 2x² raised to 3/2. So what will become? ഇതായി മാറും. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ it becomes what? μ0 I r² / 2 × s³. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. we are assuming x is very large compared to r, so the r² can be neglected. So the equation become μ0 I r² / 2x³. ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി വരുത്തുകയാണ്. I am multiplying both the numerator and denominator with pi എന്നുള്ള ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഞാൻ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ B is equal to എന്ത് വരും? B is equal to μ0 I pi r² / 2 × pi x³. വാട്ട് ഈസ് pi r²? ഈ ലൂപ്പിനെ സംബന്ധിച്ചിട്ട് r ഇതിൻ്റെ റേഡിയസ് ആണെങ്കിൽ pi r² ഈസ് ദ ഏരിയ. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് B is equal to μ0 I A, where pi r² is equal to A divided by 2 pi x³. മുകളിലും താഴെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? B is equal to μ0 2 I
a divided by 2 pi divided by 2 divided by 4 pi x cube. So it can be written as b is equal to mu naught by 4 pi 2 I a divided by x cube. This quantity Ia is known as magnetic moment denoted by the letter m. Ia is known as magnetic moment. Magnetic moment denoted by the letter m. So what will be the equation? So b is equal to mu naught by 4 pi 2 m divided by x cube. Okay. So that is a magnetic field. B is equal to mu naught by 4 pi 2 pi m by s cube. ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ അസംഷൻ എന്താണ്? x is very large compared to radius of the loop. റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പിയിലേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലാർജ്. ആ അസംഷനാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ബി is equal to mu naught by 4 pi 2 m divided by x cube. നമ്മളതിനെ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഡയറക്ഷൻ കൂടി മെൻഷൻ ചെയ്യണം. അപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കൂ, ദാറ്റ് ഈസ് ബി is equal to mu naught by 4 pi 2 m divided by x cube. 2 m divided by x cube. Okay, where m is the magnetic moment. അതിൻ്റെ ഇക്വേഷൻ m is equal to Ia എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ m is equal to Ia എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ് വരിക? കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇതിന് സമാനമായുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഒന്നാമത്തെ ലെസണിൽ പഠിച്ചത്. ഫോർ ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഇഫ് യു കൺസിഡർ ഇലക്ട്രിക് ഡൈപോൾ, ഈ തരത്തിലുള്ള ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്യുക. മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒറിജിനാണ് അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ് ഇതാണെങ്കിൽ ഇതിൽ നിന്ന് ഈ എക്സ് അകലത്തിലുള്ള പി എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ദ സെയിം വേ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 1/4 pi epsilon 0 2p ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചാണ് 1/4 epsilon 0 2p ബൈ എക്സ് ക്യൂബ്. അപ്പോൾ ഇതിൽ നമുക്ക് ചില കറസ്പോണ്ടൻസുകൾ കാണാൻ പറ്റും. എന്തെല്ലാം കാണാൻ കഴിയുന്നത് നോക്കൂ. മ്യൂ നോട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് 1/epsilon0. ഓക്കെ, 4 pi രണ്ട് സ്ഥലത്തുണ്ട്. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പി. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതിന് കറസ്പോണ്ടിങ് ആയ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോർ ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഇറ്റ് ഈസ് ഫോർ എ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ എക്സ്പ്രഷൻ സമാനമായുള്ള എക്സ്പ്രഷനാണ് ഇലക്ട്രിക് ഡൈപോളിനും കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കൂ, ഈ നമ്മൾ ഈ കോയിലിൽ, ഈ സർക്കുലർ കോയിലിൽ നമ്മളൊരു ആക്ഷൻ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷനാണ് ഈ കണ്ടെത്തിയത്. mu naught I r square by 2 into r square plus I square. നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? റൈറ്റ് ഹാൻഡ് നമ്പർ റൂൾ പ്രകാരം ഇറ്റ് ഈസ് അലോങ് ദി എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇറ്റ് വാസ് അലോങ് ദി എക്സ് ആക്സിസ്. ഇഫ് യു ടേക്ക് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഈ തരത്തിലുള്ള എടുക്കുന്നതിന് പോലെ തന്നെ ഒരു പെർപെൻഡിക്കുലറായ ബൈസെക്ടറിൽ ഈ പോയിന്റിലുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താം? വാട്ട് വിൽ ബി ദ എക്സ്പ്രഷൻ? ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ളതായിരിക്കും. നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. ബി is equal to mu naught by 4 pi m divided by x cube. ദാറ്റ് ഈസ് ഫോർ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എക്സ്. അതായത് ഇവിടെ നിന്ന് എക്സ് അകലത്തിലുള്ള പോയിന്റിലുള്ള പെർപെൻഡിക്കുലറായ പോയിന്റിലുള്ള ബൈസെക്ടറിലുള്ള പോയിന്റിലുള്ള ഇക്വേഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷനാണ് ബി is equal to mu naught by 4 pi m divided by x cube. അതേ ഡിസ്റ്റൻസിലുള്ള ആക്സൽ ലൈനിലുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷനാണ് ബി is equal to mu naught by 4 pi 2m divided by x cube. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ നമ്മളിത് പറഞ്ഞാണ്, ഇത് മൈനസ് ക്യൂ ആണ്, ഇത് പ്ലസ് ക്യൂ ആണ്. ഇത് ഒറിജിനൽ സെൻറ്റർ ആണെങ്കിൽ ഈ ഒരു പോയിന്റിലുള്ള പി എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ പഠിച്ചത്? 1/4 epsilon 0 p ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. നോക്കൂ, ഈ രണ്ട് സിമിലാരിറ്റീസ് നോക്കുക. ഇവിടെ പി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷനൊക്കെ തന്നെ അനലോഗസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളത് സിസ്റ്റം ഓഫ് 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനി ടൈപ്പ് ഓഫ് പ്ലാനാർ ലൂപ്പ്
will produce a magnetic field and it is equivalent to a magnetic dipole having a magnetic moment or magnetic dipole moment which is equal to m. നമ്മൾ ഏത് ഇപ്പോൾ സർക്കുലർ ആയിട്ടുള്ള ലൂപ്പ് എടുക്കണമെന്നില്ല, ഏത് തരത്തിലുള്ള ക്ലോസ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിക് ഡൈപോൾ മീൻസ് ഇറ്റ് വിൽ ഹാവ് എ നോർത്ത് പോൾ ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ സൗത്ത് പോൾ. ഇപ്പോൾ ഒരു ലൂപ്പാണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫേസ് നോർത്ത് പോൾ ആയിരിക്കും, മറ്റേ ഫേസ് സൗത്ത് പോൾ ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിലാണ് നമുക്കറിയാം സിസ്റ്റം ഓഫ് ചാർജസ് ആണുള്ളത്, ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജുമുള്ള സിസ്റ്റത്തിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം കൂടിയുണ്ട്. ഇലക്ട്രിക് ഡൈപോളും മാഗ്നറ്റിക് ഡൈപോളും നമ്മൾ എടുക്കുന്ന സമയത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ there are two fundamental units, that is charges അല്ലേ, ഒരു പ്ലസ് ചാർജ് ഒരു മൈനസ് ചാർജ്. അപ്പോൾ ദാറ്റ് ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫോർ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ചാർജാണ് അവിടുത്തെ ഫണ്ടമെൻ്റലായ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോർ ഇലക്ട്രിക് ഡൈപോൾ. അതിന് നമ്മൾ വേണമെങ്കിൽ ഇലക്ട്രിക് മോണോപോൾ എന്ന് പറയാം. അതായത് ഇലക്ട്രിക് മോണോപോൾ ദാറ്റ് ഈസ് സിംഗിൾ ചാർജ്, പോസിറ്റീവ് ചാർജ് ആവാം നെഗറ്റീവ് ചാർജ് ആവാം. പക്ഷേ ഇവിടെ നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോൾ എടുക്കുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഡൈപോൾ ആരാണ് മാഗ്നറ്റിക് ഡൈപോൾ ആക്ട് ചെയ്യുന്നത്? ഒരു സർക്കുലർ ലൂപ്പാണ് മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ സർക്കുലർ ലൂപ്പിനെ സംബന്ധിച്ചിട്ട് യു കാനോട്ട് സെപ്പറേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഇൻഡിവിജ്വലി. ഓക്കെ, നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് വേറെ എടുക്കാൻ കഴിയില്ല. അതായത് ദിസ് സർക്കുലർ ലൂപ്പ് ഇറ്റ് സെൽഫ് ഈസ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ് ഓഫ് ദി മാഗ്നറ്റിസം. ഇത് തന്നെയാണ് മാഗ്നറ്റിസത്തിൻ്റെ ഫണ്ടമെൻ്റലായ എലമെൻറ്റ്. സർക്കുലർ കറണ്ട് ലൂപ്പിനെ നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് എലമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, നോർത്ത് പോളും സൗത്ത് പോളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ കഴിയില്ല. സോ മാഗ്നറ്റിക് ഡൈപോൾ ഈസ് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓർ വേറെ തരത്തിലും എങ്ങനെ പറയാം, മാഗ്നറ്റിക് മോണോപോൾ ഡു നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മാഗ്നറ്റിക് മോണോപോൾ ഡു നോട്ട് എക്സിസ്റ്റ്. മാഗ്നറ്റിക് മോണോപോൾ ഡു നോട്ട് എക്സിസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതായത് മോണോപോൾ, മാഗ്നറ്റിക് പോൾ, നോർത്ത് പോൾ വേറെ സൗത്ത് പോൾ വേറെ എന്ന തരത്തിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഏതൊരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ഹാവ് ടു സൈഡ്സ്. അതിലൊരു സൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, നോർത്ത് സൈഡായിട്ടും മറ്റേ സൈഡ് സൗത്തായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് യു കാനോട്ട് സെപ്പറേറ്റ് മാഗ്നറ്റിക് ഡൈപോൾ ഓർ മാഗ്നറ്റിക് മോണോപോൾ ഡു നോട്ട് എക്സിസ്റ്റ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിസത്തിലുള്ള ഗോസ്റ്റിലാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ലെസണിൽ വിശദമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫൈനലി ഇത്രയും ഡിസ്കസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനി പ്ലാനാർ ലൂപ്പ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഹാവ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത്, ഈ ഒരു മാഗ്നറ്റിസം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടാവണമെങ്കിൽ അത് പ്രധാനമായിട്ട് കാരണമെന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കുലേറ്റിംഗ് കറണ്ടാണ്. അതായത് കറണ്ട് സർക്കുലർ ഫോമിൽ അല്ലെങ്കിൽ ഇത് ഒരു ക്ലോസ് ലൂപ്പിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടേക്ക് എന്തുണ്ടാവും, മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളായിട്ട് ഉണ്ടാവും. മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. സോ the magnetism is entirely due to the circulating currents. That is the final result of this discussion. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്നത് മാഗ്നറ്റിസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, മാഗ്നറ്റിസം ഈസ് ഡ്യൂ ടു സർക്കുലേറ്റിംഗ് കറണ്ട്സ്. ഇതായിരുന്നു ആംപിയർ കണ്ടെത്തിയത്. മാഗ്നറ്റിസത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആംപിയറിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സർക്കുലേറ്റിംഗ് കറണ്ട് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചാർജിൻ്റെ മൂവ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂക്ലിയസ് ഹൈഡ്രജൻ ലൈക്ക് ന്യൂക്ലിയസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ഇലക്ട്രോൺ ഉള്ള തരത്തിലുള്ള ന്യൂക്ലിയസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആറ്റോമിക് നമ്പറാണ് സെഡ്. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് പറഞ്ഞ് പ്ലസ് ZE ആയിരിക്കും. അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജാണ് E. ഈ തരത്തിലുള്ള ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസ് ചുറ്റും കറങ്ങുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. ദിസ് മോഡൽ ഈസ് സിമിലർ ടു ദ റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ. പ്ലാനറ്ററി മോഡൽ എന്താ പറയുന്നത്, സണ്ണിന് ചുറ്റുമായിട്ട് പ്ലാനറ്റ്സ് കറങ്ങുന്നു. അപ്പോൾ സണ്ണും പ്ലാനറ്റും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഉള്ളത്. ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ ഈ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ചാർജെങ്കിൽ ഇലക്ട്രോൺ എങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ
ഉണ്ടാവുന്ന കറണ്ട് എന്തായിരിക്കും? അതായത് ഐ, ശ്രദ്ധിക്കുക, ഡെറിവേഷൻ ശ്രദ്ധിക്കുക. ഐ ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇ ആണ്. സോ ഇ ബൈ ടി. വാട്ട് ഈസ് ടി? ടി ഈസ് ദ ടൈം പീരിയഡ് ഓഫ് ദിസ് ഓസിലേഷൻ. ഇത് യൂണിഫോം സർക്കുലർ മോഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം പീരിയഡാണ് ടി. ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ടൈം പീരിയഡ്? ടൈം പീരിയഡ് മീൻസ് ദ ടൈം ടേക്കൺ ഫോർ വൺ റെവല്യൂഷൻ. നമ്മളിതിൻ്റെ റേഡിയസ് എടുത്തിരിക്കുന്ന ആറാണ്. ഇതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ടൈം പീരിയഡ് വരിക? ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ പെരിമീറ്ററാണ്. ദാറ്റ് ഈസ് 2πr ഡിവൈഡഡ് ബൈ വി, വേർ വി ഈസ് ദ ഓർബിറ്റൽ സ്പീഡ് ഓർ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഞാൻ എന്ത് വരും? ഐ എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ 2πr ബൈ വി. ഓക്കെ, ഈ വി മുകളിലേക്ക് പോവും. സോ ഇ വി ഡിവൈഡഡ് ബൈ 2πr. ദാറ്റ് ഇസ് ദ കറണ്ട്. ഐ ഈസ് ഈക്വൽ ടു ഇ വി ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് മ്യൂ എൽ ഇസ് ഈക്വൽ ടു, ഞാൻ എടുത്തിരിക്കുന്ന സിമ്പിൾ മ്യൂ എൽ എന്നാണ്. മ്യൂ എൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഐ ഇൻറ്റു എ. നേരത്തെ പറഞ്ഞതാണ് ഐ ഇൻറ്റു കറണ്ട് ഇൻറ്റു എ. വാട്ട് ഈസ് ഐ? ഐ പറഞ്ഞാൽ എന്താ? ഇ വി ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു വാട്ട് ഈസ് എ? ഏരിയ എന്ന് പറയുന്നത്, ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും πr സ്ക്വയർ ആയിരിക്കും. ഒരു ആറും ആർ സ്ക്വയറും വെട്ടിക്കഴിഞ്ഞാൽ സോ വാട്ട് ഈസ് അവർ മ്യൂ എൽ? മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഇ, ഒരു പൈയും ക്യാൻസൽ ചെയ്യും. സോ ഇ വി ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇ വി ആർ ഡിവൈഡഡ് ബൈ 2. മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഇ വി ആർ ഡിവൈഡഡ് ബൈ, നോക്കുക, ഇ വി ആർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് അവർ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഈ ഒരു എം ഇ കൊണ്ട്, എം ഇ ഇസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ മാസാണ് എം ഇ. ആ എം ഇ കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായി വരും ഇക്വേഷൻ? സോ മ്യൂ എൽ ഇസ് ഈക്വൽ ടു ഇ എം ഇ വി ആർ ഡിവൈഡഡ് ബൈ 2 എം ഇ. എം ഇ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, എം ഇ കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. വാട്ട് ഈസ് എം ഇ ആർ? മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മൊമെൻറ്റമാണ്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലർ മൊമെൻറ്റമാണ്. ദാറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എൽ. അപ്പോൾ ഇക്വേഷൻ ഞാൻ എഴുതാ മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഇ ബൈ 2 എം ഇ ഇൻറ്റു എൽ, വേർ എൽ ഈസ് നോൺ ആസ്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ആംഗുലർ മൊമെൻറ്റം. ഇതിന് നമ്മൾ പറയുന്ന പേര് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്നാണ്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. എൽ ഈസ് ദി ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ വെക്റ്റർ ഫോമിൽ എഴുതി നോക്കാം. വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ വെക്റ്റർ കൂടി ഇടുക വേണ്ടു. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇക്വേഷനിൽ വരുന്ന മാറ്റം എന്തായിരിക്കും? മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഇ ബൈ 2 എം ഇ ഇൻറ്റു എൽ. എൽ ഈസ് ദി angular momentum, it is a vector quantity. So mu L is equal to E by 2 m E into L. Okay, and for an electron, electron case നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ we are putting a minus sign. കാരണം എന്താണെന്ന് വെച്ചാൽ for an electron this angular momentum and magnetic moment are opposite. അതിൻ്റെ സൈൻ വ്യത്യാസം, അതായത് ഈക്വലൻ്റ് ഓപ്പോസിറ്റായിട്ട് എടുക്കുന്നത്, അതായത് ഒന്നിൻ്റെ സൈൻ പ്ലസും മൈനസ് എടുക്കാനുള്ള കാരണം ഇലക്ട്രോൺ ആയതുകൊണ്ടാണ്. സപ്പോസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ചാർജ് പാർട്ടിക്കിൾ ഹാവിങ് എ ചാർജ് പ്ലസ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ ഇക്വേഷനിൽ വരുന്ന മാറ്റം എന്തായിരിക്കും? ആ മൈനസിനെ ഒഴിവാക്കിയാൽ മതി. അതായത് മ്യൂ എൽ ആൻഡ് എൽ വിൽ ഹാവ് സെയിം ഡയറക്ഷൻ. സോ മ്യൂ എൽ ഇസ് ഈക്വൽ ടു ഇ ബൈ 2 എം ഇ ഇൻറ്റു എൽ. സോ ദാറ്റ് ഇസ് ദ ഇക്വേഷൻ. സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഇ ബൈ 2 എം ഇ ഇൻറ്റു എൽ. ഇവിടെ ഞാൻ ഒരു ക്വാണ്ടിറ്റി കൂടി പറയാൻ പോവുകയാണ്. ഇക്വേഷനിൽ ഇലക്ട്രോണിൻ്റെ കേസിലാണ് പറയുന്നത്. വി ആർ നെഗ്ലക്റ്റിംഗ് ദ മൈനസ് സൈൻ. സോ മ്യൂ എൽ ഡിവൈഡഡ് ബൈ എൽ, അതായത് മ്യൂ എൽ മാഗ്നറ്റിക് മൊമെൻറ്റിനെ ആംഗുലർ മൊമെൻറ്റിനെ ഡിവൈഡ് ചെയ്തപ്പം കിട്ടിയിരിക്കുന്നത് ഇ ബൈ 2 എം ഇ എന്നുള്ളതാണ്. ഈ ഫാക്ടർ എന്ന് പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഓക്കെ, സോ ദിസ് ഈസ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരിക? വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
E/2me യുടെ വാല്യൂ ഫോർ ഇലക്ട്രോണിൻ്റെ കേസിൽ ഫോർ ഇലക്ട്രോൺ ടു ബിക്കം ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻⁹ ആണ്. 2 ഇൻറ്റു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 ആണ്. കിട്ടിയിരിക്കുന്ന ആൻസർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 8.8 × 10⁻10 കുളം പെർ കിലോഗ്രാം ആണ്. കാരണം E/2m അതായത് ചാർജ് ബൈ മാസ് ആണ്. ദാറ്റ് ഈസ് ദ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ ഫോർ ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. μL = E/2me × L. അതുപോലെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ E/2me is called gyromagnetic ratio. Gyromagnetic ratio. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി സ്പെസിഫൈ ചെയ്യാനുണ്ട്. നമുക്കറിയാം ബോർസ് പോസ്റ്റ്ലേസ് നമ്മൾ പഠിച്ചാണ്. അക്കോർഡിംഗ് ടു ബോർ പോസ്റ്റ്ലേസ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ L = എന്താണ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ്. ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ L = h/2π. Bohr's postulates the angular momentum of an electron L = ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ബോർസ് പോസ്റ്റ്ലേസിൽ ബോർസ് ഹൈഡ്രജൻ ആറ്റം മോഡലിൽ പറയുന്ന കാര്യമാണ്. നമ്മൾ വരുന്ന ടോപ്പിക്കുകൾ എടുത്ത ചാപ്റ്റേഴ്സിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. സോ ആംഗുലർ മൊമെൻറ്റം L = nh/2π. അത് ഞാനിവിടെ കൊടുക്കാൻ പോയാണ്. നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ μL = E/2me. എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ nh/2π. ഓക്കെ, E/2me × nh/2π. ദറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ് μL. ദെൻ പടർ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. n = 1 2 3 etc. വാട്ട് ഈസ് അവർ h ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. Planck's constant, its value is 6.6 × 10⁻34 joules/second. എച്ചിൻ്റെ വാല്യൂ അതാണ്. ഇനി നമ്മളിവിടെ എലമെൻ്ററി ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ്? അതായത് n = 1 ആകുമ്പോഴുള്ള മാഗ്നറ്റിക് മൊമെൻറ്റിനെ നമ്മൾ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് മിനിമം ഓർ മിനിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് μL മിനിമം എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുക. അപ്പോൾ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? E/2me × എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ h/2π. അപ്പോൾ ഇക്വേഷൻ എന്ത് മാറ്റം വരും? EH/4πme. EH/2 × 2 4 ദാറ്റ് ഈസ് 4πme. അപ്പോൾ വരുന്ന ഇക്വേഷൻ μL മിനിമം = μL, അതായത് ആംഗുലർ മൊമെൻറ്റം മിനിമം ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് അറിയാവുന്ന. ഫോർ ഇലക്ട്രോൺ E = 1.6 × 10⁻90. h എന്ന് പറയുന്നത് 6.6 × 10⁻34 ഡിവൈഡ് ബൈ 4 × 3.14 what is mass of electron? 9.1 × 10⁻31. You do all this calculation, you will get an answer as 9.27 × 10⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ. കാരണം അത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഇതിൻ്റെ മൊമെൻ്റ് യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. എക്സാമിന് ഇതൊക്കെ ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ബോർ മാഗ്നറ്റോൺ? ദ ക്വാണ്ടിറ്റി EH/4πme is known as Bohr magneton. Bohr magneton means the minimum value of magnetic moment for electron. That is put n = 1, then equation EH/4πme എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് 9.27 × 10⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇഫ് an electron is moving along a circular path with uniform circular motion, it will have a magnetic moment. That magnetic moment is given by 9.27 × 10⁻24. ഇതിന് നമ്മൾ പറയുന്ന പേര് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്നാണ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് μL. Its value is 9.27 × 10⁻24. If a particle or a charge is moving in a circular path, it will also have another intrinsic angular momentum called spin
angular magnetic moment. You will have another magnetic moment called spin magnetic moment, which will have same value 9.27 into 10 to minus 24. അതിനെക്കുറിച്ച് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ വ്യക്തമായി മനസ്സിലാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഡൈപോളിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് M=IA എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ, ഹൈഡ്രജനിലേക്ക് ആറ്റത്തിൻ്റെ കേസിലെ ഇലക്ട്രോണിൻ്റെ കേസിൽ ഉള്ള മ്യൂവലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. മ്യൂവൽ എന്താണെന്ന് കണ്ടെത്തി ഈ മ്യൂവലിൻ്റെ വാല്യൂ E/2me × NH/2π. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് E/2me എന്ന് പറയുന്നത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആണ്. അത് നമ്മൾ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ കണ്ടെത്തി. അത് ഇലക്ട്രോണിൻ്റെ കേസിൽ 8.8 × 10⁻10 കുളം പെർ കിലോഗ്രാം എന്നുള്ളത് ഗൈറോമാഗ്നറ്റിക് റേഷ്യോൻ്റെ വാല്യൂ കണ്ടെത്തി. അതുപോലെ മ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം വാല്യൂ ഓഫ് ആംഗുലർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഫോർ എൻ ഇലക്ട്രോൺ. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് EH/4πme എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ EH/4πme. ഓരോ വാല്യൂസും കൊടുത്ത് ഇലക്ട്രോണിൻ്റെ ചാർജ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, 4πme എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9.27 × 10⁻24 Am/m². അപ്പോൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തത് ഇലക്ട്രോണിൻ്റെ കേസിലുള്ള ബോർ മാഗ്നറ്റോൺ, ഈ ഫാക്ടർ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റിൻ്റെ വാല്യൂ കണ്ടെത്തി, ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്താണെന്ന് കണ്ടെത്തി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പൽ കൺസ്ട്രക്ഷൻ വർക്കിങ്ങും അതിനുശേഷം ഒരു ഗാൽവനോമീറ്റർ എങ്ങനെ അമ്മീറ്റർ ആക്കാം, അതുപോലെ എങ്ങനെ ഓൾട്ടോമീറ്റർ ആക്കാം എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കഴിയുമ്പോൾ ഈ മൂവിങ് ചാർജസ് മാഗ്നറ്റ്സിലെ വിശേഷങ്ങളെല്ലാം തന്നെ തീർന്നു. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഇത് മുന്നുള്ള വീഡിയോസൊക്കെ തന്നെ വ്യക്തമായിട്ട് കാണുക. ആ ഓരോ ഇൻസിഡൻസുകളും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഫിസിക്സ് വളരെ എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ കൺസെപ്റ്റ് കൃത്യമായി കിട്ടുകയുള്ളൂ. അപ്പോൾ വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.